പേര് ഫാത്തിമത്ത് നസ്റിൻ. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ 3rd ഗ്രേഡ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ഷിൻഡോ സാറിനെ പറ്റിയും ഹോളിമാതിനെ പറ്റിയും അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്തായ മൂസിന വഴിയാണ്. ഈ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു കരിയറിനൊക്കെ ഒരു ബ്രേക്ക് കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. പ്രൈവറ്റായിട്ട് കുറേ ജോലികൾ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ കൊറോണയും കൂടി വന്നപ്പോൾ അതൊന്നും നടന്നില്ല. വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ PSC കോച്ചിങ് സെലക്ട് ചെയ്തത്. എനിക്ക് പഠിക്കാൻ അത്ര മടിയായിരുന്നു. കാണാപ്പാഠം പഠിക്കൽ ഈ PSC എന്നൊക്കെ പറയുന്നത് കാണാപ്പാഠം നല്ലോണം ബൈ ഹാർട്ട് ഓർമ്മ നിൽക്കുന്നവർക്ക് പറ്റിയ ഒരു പണിയാണെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പിന്നെ അത് മാത്രമല്ല, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇത്രയും അധികം നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിലോ ഒഴിവുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് എല്ലാ അറിവുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തായിരുന്നു മൂസിന എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് PSC കോച്ചിങ്ങിന് ചേരാം, ടെക്നിക്കലിൽ ഇങ്ങനെ കുറേ വേക്കൻസികൾ വരുന്നുണ്ട്, നീ പഠിക്കുക എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് മനസ്സോടെ ഞാൻ ചേർന്നു. ജനുവരിയിലായിരുന്നു ജോയിൻ ചെയ്തത്, 2022 തോന്നുന്നു. അതിനുശേഷം ആ സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ കഠിനമായിട്ടിരുന്ന് പഠിച്ചു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റുകളുടെ ഇടയിൽ നേടാൻ പറ്റി. ഇതിനെല്ലാത്തിനും ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഷിൻഡോ സാറും സാറിൻ്റെ മോട്ടിവേഷനും സാറിൻ്റെ എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം നമുക്ക് തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. നമ്മളൊരു കുടുംബിനിയായിരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ വല്ല ഉത്തരവാദിത്തങ്ങളുണ്ടാവും. എന്നാലും അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സമയം കണ്ടെത്തി പഠിക്കാമെന്നുള്ള ആ സമയത്തിരുന്ന് പഠിച്ചാൽ അതിന് വിലയുണ്ട്. നമ്മളൊക്കെ വിചാരം ഇത്ര നേരമൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതിയാവും എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റും, പഠിക്കുന്ന അത് മതി എന്നുള്ളൊരു ഇതിലോട്ടൊക്കെ സാറ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ മോട്ടിവേഷനായിരുന്നു മെയിനായിട്ട്. പിന്നെ സാർ എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കണം അങ്ങനെയുള്ള കുറേ ഹെൽപ്പുകളുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസുകളുണ്ടായിരുന്നു. പിന്നെ എന്നെ ഈ ക്ലാസ്സുകൾ കൂടാതെ എങ്ങനെ ഒരു PSCക്ക് പഠിക്കണം എന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾക്കൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ആമിന എന്ന് പറഞ്ഞെടുത്തായിരുന്നു അതിൻ്റെ അഡ്മിനായിട്ടുള്ളത്. ആ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഒരു വിജയം കൊണ്ട് മാത്രമാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടാൻ പറ്റിയത്. എങ്ങനെ നമ്മൾ ഓരോ സമയം, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർ ടൈം കണ്ടെത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വീട്ടു ജോലികളെല്ലാം തിടുക്കത്തിൽ ആ ഒരു ഭരണ സമയത്തിന് നമ്മൾ ചെയ്ത് തീർത്ത് ബാക്കിയുള്ള സമയത്ത് ഫുള്ള് ഇങ്ങനെ പഠിക്കാമെന്നുള്ളൊരു ഇതിൽ കൊണ്ടുവന്ന് വെച്ചത് ആമിനത്തായിരുന്നു. നമുക്ക് ഇങ്ങനെ ജോലിയുടെ ഇടയിലാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് ഇവർ പറയുന്ന ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം കേട്ട്, പിന്നെ ഒരു തമാശയും നമുക്കിങ്ങനെ ഓരോരോ ഇങ്ങനെ കോഡ് ഭാഷകളും അതൊക്കെ വിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്നത് ആ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഉള്ളത് മാത്രമാണ്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കാണാപ്പാഠം പഠിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ PSC എന്ന് പറയുന്നത് ഇതിലോട്ട് സെലക്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഈ മെറ്റീരിയൽസ് അങ്ങനെ കുറച്ച് ഫുള്ള് കാണാപ്പാഠം പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണമെന്ന് സാറ് പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യുമ്പോഴും കുറച്ച് വീഡിയോസ് സാറ് അയച്ചു തന്നിരുന്നു, യൂട്യൂബിലുണ്ട്. അത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അതിങ്ങനെ കേട്ട് നമ്മൾ പഠിക്കുക. അതെനിക്ക് വളരെ എഫക്റ്റീവായിരുന്നു. കാരണം നമുക്ക് എന്തായാലും വീട്ടു ജോലി ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അതങ്ങനെ പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് അത് കേട്ട് അങ്ങനെയാണ് ആ മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റൊക്കെ ഞാൻ പഠിച്ചെടുത്തത്. ഈ മെറ്റീരിയൽ എന്ന സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ഈ PSC വഴി ഇതിലോട്ട് എത്തിയെന്നുള്ള ഒരു ഇതായിട്ട് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എല്ലാവരും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയാണ് എനിക്ക് ഇതിനു വേണ്ടി ഏറ്റവും പ്രചോദനം തന്നതും. പിന്നെ എല്ലാത്തിനുപരി ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു.